ഈ സാധനമേ ഫസ്റ്റ് ടൈം ഞാൻ വെച്ചപ്പോൾ കുടുങ്ങിയെന്നാണ് വിചാരിച്ചത്. ഡോക്ടറിനെ വരെ പോയി കാണണമെന്ന് ഞാൻ വിചാരിച്ചു. സോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ റിയൽ ഗംഗ. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് എൻ്റെ ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ഓഫ് യൂസിങ് മെൻസ്ട്രുൽ കപ്പ്. അപ്പോൾ കഴിഞ്ഞ വീക്ക് ഞാൻ ചെയ്തിരുന്ന വീഡിയോ എൻ്റെ ഫസ്റ്റ് പീരീഡ്സിനെ പറ്റിയായിരുന്നു. അപ്പോൾ ഈ വീക്ക് അതുമായി റിലേറ്റ് ചെയ്തൊരു വീഡിയോ ചെയ്യാൻ തന്നെ വിചാരിച്ചു. അപ്പോൾ മെൻസ്ട്രുൽ കപ്പ് എന്താണെന്ന് അറിയാത്ത ആൾക്കാർ ഇപ്പോഴും നമുക്കിടയിലുണ്ട്. അപ്പോൾ മെൻസ്ട്രുൽ കപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പീരീഡ് ടൈമിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ്. പീരീഡ്സ് ടൈമിൽ നമ്മൾ പാഡ്സും ടാമ്പൂൺസും ഒക്കെ പോലെ തന്നെ യൂസ് ചെയ്യുന്നതാണ്. ഇനി യൂസ് ചെയ്യുന്നതിൻ്റെ ആ ഒരു മെത്തേഡാണ് പലർക്കും വേഡായിട്ട് തോന്നുന്നത്. കുറേ പേർക്ക് അതിൻ്റെ പേടിയും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ അവിടെ നിൽക്കട്ടെ, ഞാൻ എൻ്റെ ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ആയിട്ട് ഷെയർ ചെയ്യാം. അപ്പം ഞാൻ ഫസ്റ്റ് മെൻസ്ട്രുൽ കപ്പ് യൂസ് ചെയ്യുന്നത് 2022 ഞാൻ PG ഫൈനൽ ഇയർ പഠിക്കുന്ന സമയത്ത്. അന്ന് എൻ്റെ ഒരു ഫ്രണ്ടാണ് എന്നോട് പറഞ്ഞത് ഇങ്ങനെയൊരു സംഭവമുണ്ട്. അന്ന് ഞാൻ കേട്ടുകേൾവി മാത്രമേ ഉള്ളൂ. അപ്പോൾ അവൾ എന്നോട് പറഞ്ഞു, എടി ഇങ്ങനെ ഒരു സാധനമുണ്ട്, നീ ഒന്ന് യൂസ് ചെയ്ത് നോക്ക്, നല്ലതാണെന്ന് പറഞ്ഞു. നമ്മൾ വെറുതെ പാഡ് മേടിച്ച് പൈസ കളയുന്നതിനെക്കാട്ടി എത്രയോ നല്ലതാണ് ഇങ്ങനൊരു സാധനം ഉപയോഗിക്കുന്നത്. പക്ഷേ ഇത് യൂസ് ചെയ്യുന്ന ആ ഒരു മെത്തേഡ് ഉണ്ടല്ലോ, അത് കേട്ടപ്പോൾ എൻ്റെ ബോധം പോയെന്ന് വേണേൽ പറയാം. എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. അയ്യോ, ഇതിങ്ങനെ വെച്ചാൽ എങ്ങനെ ഇരിക്കും, അതെങ്ങനെയാവും, ഇതിനി എന്താവും എന്നൊക്കെ കുറേ ടെൻഷൻ. അപ്പോൾ അവൾ കുറേ കാര്യങ്ങളൊക്കെ എനിക്ക് പറഞ്ഞു തന്നു. നീ ഇത് വെക്കുന്ന സമയത്ത് കൂളായി കാമായി ഇത് വെച്ചാൽ മതി, പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, നീ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പം ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പം ട്രൈ ചെയ്യുന്നതിന് വേറെ പ്രശ്നമൊന്നുമില്ലല്ലോ എന്ന് പറയാം. അപ്പം ഞാൻ എന്ത് ചെയ്തു, ഞാനപ്പോൾ അങ്ങനെ ഇരുന്ന ഞാനിത് ഓൺലൈൻ ഓർഡർ ചെയ്തു. ആമസോണിൽ നിന്ന് ഞാനിത് ഓർഡർ ചെയ്തു. അന്ന് ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നത് സിറോണയുടെ മെൻസ്ട്രുൽ കപ്പായിരുന്നു. സിറോണയുടെ മെൻസ്ട്രുൽ കപ്പ് എന്ന് പറഞ്ഞാൽ ഞാൻ ഫസ്റ്റ് ടൈം മേടിക്കുന്നത് സിറോണയുടെ മെൻസ്ട്രുൽ കപ്പായിരുന്നു. അത് ഞാൻ എൻ്റെ സ്മോൾ സൈസ് ആയിരുന്നു അന്ന് മേടിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം ഞാനന്ന് ഓൺലൈൻ വന്നു, സാധനം വന്നു. എനിക്ക് പീരീഡ്സ് ആയ ടൈം ആയിരുന്നു. എൻ്റെ സെക്കൻഡ് ഡേയിൽ എന്തോ ആണ് ഞാനിത് വെക്കുന്നത്. എനിക്ക് ആ ഡേറ്റ് ഓർമ്മയില്ല, പക്ഷേ എനിക്ക് കറക്റ്റ് ആ ഒരു ടൈം ഓർമ്മയുണ്ട്. ഒരു 11:30 ഒക്കെ ആ ടൈമിൽ രാത്രിയായിരുന്നു ഞാനിത് ആദ്യമായിട്ട് വെച്ചത്. അപ്പം ഞാനിത് ബാത്റൂമിൽ കയറി സാധനം വെച്ചു. എങ്ങനെയൊക്കെയോ ഞാനിത് ഇൻസേർട്ട് ചെയ്യുന്നതിന് മുന്നേ ആയിട്ടും ഞാൻ ജസ്റ്റ് കുറേ പേരുടെ വീഡിയോസ് യൂട്യൂബിൽ കണ്ടു. ഇത് ഡയറക്ഷൻസ് എങ്ങനെയാണ് ചെയ്യേണ്ടത്, എങ്ങനെ വെക്കണം, അങ്ങനെ കുറേ കാര്യങ്ങൾ ഞാൻ വീഡിയോസൊക്കെ കുറേ ആൾക്കാർ കണ്ടു. ആൻഡ് ഞാനന്ന് ഏറ്റവും കൂടുതൽ യൂട്യൂബർ അസ്ലാം മാർലിയുടെ വീഡിയോ ആയിരുന്നു കണ്ടിട്ടുണ്ടായിരുന്നത്. പുള്ളിക്കാരത്തിയുടെ വീഡിയോ കണ്ടിട്ടാണ് ഞാൻ ഈ ഒരു സാധനം വെക്കാൻ വേണ്ടി ഒരു ധൈര്യമൊക്കെ സംഭരിച്ച സാധനം ഞാൻ വെച്ച് കുറച്ച് കഴിഞ്ഞു. ഞാനിത് പുറത്ത് വന്നു. 1 hour കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ട്. എനിക്കത് എന്തോ ബുദ്ധിമുട്ട് പോലെ. ഞാനപ്പം രാത്രി, അപ്പോൾ 1 hour കഴിഞ്ഞ് കഴിയുമ്പോൾ രാത്രി 12 മണി 12:30. അപ്പോൾ എനിക്ക് എന്തോ ഇതിനി പുറത്ത് വരാതിരിക്കുമോ, ഇതിനി അവിടെ കുടുങ്ങിപ്പോവുമോ, ഇതിനെ എടുക്കാൻ വേണ്ടി ഡോക്ടറിനെ കാണേണ്ടി വരും, അങ്ങനെ കുറേ ടെൻഷനും കാര്യങ്ങളും എല്ലാം കൂടി എൻ്റെ മൈൻഡിൽ വന്നു. അപ്പോൾ 1 hour കഴിഞ്ഞപ്പോൾ ഞാനിത് എങ്ങനെയും പുറത്ത് പോയി എടുക്കണമെന്ന് വിചാരിച്ച് ഞാൻ ബാത്റൂമിൽ പോയി. സംഭവം ഒരു തരത്തിൽ പുറത്ത് വരുന്നില്ല, അതവിടെ കുടുങ്ങിയെന്ന് തന്നെ വിചാരിച്ചു. അങ്ങനെ ഇതാ ഇരിക്കുന്നു. ഞാൻ പിന്നെ പോയി വീണ്ടും, വേറെ വഴിയൊന്നും ചെയ്യാനില്ലല്ലോ, ഡോക്ടറെ കാണാൻ പോകേണ്ടി വരും, ഇതൊക്കെ നാണക്കേടല്ലേ എന്നൊക്കെ കരുതി കുറേ ഞാൻ ഇരുന്നു. അപ്പം ഞാൻ യൂട്യൂബിൽ വീണ്ടും പോയി വീഡിയോസ് കണ്ടു. വീണ്ടും പുള്ളിക്കാരത്തിയുടെ വീട് തന്നെ ഞാൻ ഇന്ന് കണ്ടു. അപ്പോൾ വീഡിയോ വെക്കുന്നതിൻ്റെ ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളെല്ലാം വീണ്ടും ഞാൻ പോയിരുന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി, നമ്മൾ വെറുതെ കുറേ ബലം പിടിച്ചിട്ടോ ടെൻഷൻ അടിച്ചിട്ടോ ഒന്നും കാര്യമില്ല. വളരെ കൂളായിട്ട് കാമായിട്ട് ഇരുന്നിട്ട് മാത്രമേ കാര്യമുള്ളൂ എന്ന് മനസ്സിലായി. അങ്ങനെ ഞാൻ ചെന്നു. വീണ്ടും ഒരു 10-15 മിനിറ്റിൻ്റെ ഒരു ഇതിൽ ഞാനത് വലിച്ചെടുത്തു. അപ്പം ഞാൻ അവളോട് പറഞ്ഞു, എടി ഇതിങ്ങനെ വെച്ചിട്ട് എനിക്കിത് കുറച്ചെന്തോ പോലെ. അപ്പോൾ അവൾ പറഞ്ഞു, നിങ്ങൾക്ക് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നീ ട്രൈ ചെയ്യേണ്ട, അത് വിട്ടേക്കാന്ന്. അപ്പോൾ എനിക്ക് പിന്നെ 2-ാം ദിവസം ആയപ്പോഴത്തേക്ക്, പീരീഡ്സിൻ്റെ 3rd day ആയപ്പോൾ വീണ്ടും ഞാൻ വിചാരിച്ചു, വൈ നോട്ട്, എന്തിനാ വെറുതെ കളയുന്നത്, ഒന്നുകൂടെ യൂസ് ചെയ്തിട്ട് ഇത് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഗിവപ്പ് ചെയ്യാമെന്ന് തന്നെ വിചാരിച്ചു. ഞാനിത് വീണ്ടും സംഭവം വെച്ചു. കുഴപ്പമില്ല, ഓക്കെ. 6-7 മണിക്കൂർ കഴിഞ്ഞു. ഊരാൻ നേരം ആയപ്പോൾ വീണ്ടും ഇല്ല കുഴപ്പമില്ല, എന്നാലും ഞാൻ അതുപോലെ. അപ്പോൾ ആ പീരീഡ്സ് അങ്ങനെ കഴിഞ്ഞു. 1-2 മാസത്തെ വരും. അപ്പോൾ ഉള്ള ആദ്യത്തെ 1-2 മാസത്തെ ബുദ്ധിമുട്ടേ കാണും. പിന്നെ നമുക്കിത് വലിയ പ്രശ്നവും കാര്യങ്ങളൊന്നുമില്ല. ഇത് നമ്മൾ വെക്കാനും എടുക്കാനും ഒക്കെ പിന്നെ നമുക്ക് ഒരു നാക്ക് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ല എന്ന് മനസ്സിലായി. പിന്നെ ഞാനിപ്പോൾ സ്റ്റിൽ നൗ ഞാൻ ഈ സാധനം തന്നെയാണ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സിറോണയുടെ മെൻസ്ട്രുൽ കപ്പ് തന്നെയാണ് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ സാധനം അത്രയും കംഫർട്ടബിളായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഈ സാധനം യൂസ് ചെയ്യുന്നത്. നമ്മൾ ഒരു വർഷം തന്നെ നമ്മൾ പാഡ് മേടിച്ച് പൈസ എന്തോരം കളയുന്നുണ്ട്. പൈസ മീൻസ് ഈ പാഡിന് ഒരു മന്ത് എന്തായാലും നമുക്കൊരു 100 രൂപയുടെയെങ്കിലും പാഡ് വേണ്ടി വരും. പാഡ് വേണ്ടുന്നതിന് ഇത് 10-200 രൂപയുടെ സാധനമുള്ളൂ. പിന്നെ ഇതിൻ്റെ കൂട്ടത്തിൽ ഒരു കപ്പ് വാഷും കിട്ടും. നമുക്ക് എല്ലാ മാസവും അതും യൂസ് ചെയ്യുന്നതല്ല. അപ്പം ഇത് യൂസ് ചെയ്യുമ്പോൾ നമ്മൾ എല്ലാ മാസവും എന്ത് ചെയ്യും, പീരീഡ്സ് ആവുന്നതിന് തൊട്ട് മുന്നേ ആയിട്ട് ഇത് ഒരു പാത്രത്തിൽ വെച്ച്
നമ്മൾ ചൂടാക്കും, നല്ല തിളച്ച വെള്ളത്തിൽ മീൻസ് ചൂടാക്കി എടുക്കണം. അപ്പോൾ ഇതിന് വേണ്ടി നമ്മൾ സെപ്പറേറ്റ് ഒരു പാത്രം ഞാൻ വെച്ചിട്ടുണ്ട്, ഇത് ചൂടാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ പീരിയഡ്സ് ആവുന്നതിന് മുന്നേ ആയിട്ട് ചൂടാക്കി എടുക്കും. പിന്നെ ഓരോ പ്രാവശ്യം ഇത് യൂസ് ചെയ്തിട്ട് ആ ഒരു വാഷ് കിട്ടും. ആ വാഷ് യൂസ് ചെയ്ത് നന്നായിട്ട് ക്ലീൻ ആക്കിയിട്ട് വേണം വീണ്ടും 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 യൂസ് ചെയ്യും. അപ്പം നമ്മൾ അത്രയും നമ്മുടെ പ്രൈവറ്റ് പാർട്ടി വെക്കുന്നതായതുകൊണ്ട് തന്നെ അത്രയും നമ്മൾ ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ. അല്ലാതെ ഹൈജീൻ അത്രയും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടിയാണ്. പിന്നെ എപ്പോഴും ഇത് യൂസ് ചെയ്യുമ്പോൾ കൈ വാഷ് ചെയ്ത് നന്നായിട്ട് ഹാൻഡ് വാഷ് യൂസ് ചെയ്ത് കൈ വാഷ് ചെയ്തിട്ട് മാത്രമേ നമ്മൾ യൂസ് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഈ ഒരു സാധനം യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. പിന്നെ ഇത് യൂസ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഒരു ഇതാകും, നമുക്ക് ഒരുപാട് ഇഷ്ടപ്പെടും. ഈ സാധനം യൂസ് ചെയ്യുന്നതുകൊണ്ട് പ്രത്യേകിച്ച് പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. ഞാൻ ഇപ്പോഴും ഇത് തന്നെയാണ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എനിക്ക് ഇടയ്ക്ക് 1-2 തവണ ഈ സാധനം ഞാൻ പുറത്ത് ഹോസ്റ്റലിലൊക്കെ പോയിരുന്ന ടൈമിൽ സംഭവം ക്ലോസറ്റിലൊക്കെ വീണു, അങ്ങനെ എനിക്ക് പണി കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇത് പല രീതിയിൽ നമുക്ക് ഫോൾഡ് ചെയ്യാം. ഞാൻ ഇങ്ങനെ വേണമെങ്കിൽ ഈ ഒരു ഫോൾഡിങ് ചെയ്യാം. പിന്നെ കുറച്ച് പേര് ഇങ്ങനെ വെച്ച് ഫോൾഡ് ചെയ്ത് ഇൻസേർട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പം ഇതിന് കുറേ നെയിംസ് പറയും, സി ഫോൾഡ്, അങ്ങനെ കുറേ പേരുകളുണ്ട്. അപ്പം ഞാൻ നോർമലി ഈ ഒരു ഫോൾഡിങ്ങാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതാകുമ്പോൾ പെട്ടെന്ന് ഇൻസേർട്ട് ഈ ഒരു ഫോൾഡിങ് ആണ്. അപ്പോൾ ഈ ഒരു സാധനം യൂസ് ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് കൊള്ളാം. അപ്പം ഞാനിത് വീട്ടിലും ആദ്യമൊക്കെ ഞാനിത് യൂസ് ചെയ്തിട്ട് പറഞ്ഞപ്പോൾ ഇങ്ങനെയൊക്കെ യൂസ് ചെയ്യാൻ പാടുണ്ട്, എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമോ, അപ്പോൾ നമ്മുടെ എന്തെങ്കിലുമൊക്കെ കുറേ അപ്പോഴും ആൾക്കാർ നമ്മുടെ വെർജിനിറ്റി ലോസ് ആവും, നമ്മുടെ ഹൈമൻ ബ്രേക്ക് ആവും, അങ്ങനെ കുറേ തിങ്കിങ്സ് ഉള്ള ആൾക്കാരും ഇതിൻ്റെ ഇടയിലുണ്ട്. ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജ് ഒന്നും ഇതുവരെയായിട്ടൊന്നും പ്രൂവ് ചെയ്തിട്ടൊന്നുമില്ല. പക്ഷേ ഈ സാധനം അടിപൊളിയായിട്ട് തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അപ്പം സ്റ്റിൽ ഞാനിത് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇത് യൂസ് ചെയ്യുമ്പോൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത്, അതിന് ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞത്, ഇത് നമ്മൾ ഇൻസേർട്ട് ചെയ്യുമ്പോഴും എടുക്കുമ്പോഴും നമ്മൾ ടെൻഷൻ ആവാൻ പാടില്ല, പാനിക് ആവാൻ പാടില്ല എന്നുള്ളതാണ്. നമ്മൾ വളരെ കൂളായിട്ട് വേണം ഇത് ഇൻസേർട്ട് ചെയ്യാനും എടുക്കാനും. എടുക്കുന്ന ടൈമിൽ ഒരിക്കലും വലിച്ചൂരി എടുക്കരുത്. കാരണം നമ്മുടെ ആ ഒരു അത്രയും സെൻസിറ്റീവായിട്ടുള്ള ഏരിയയാണ്. അവിടെ നമ്മൾ വളരെ പതിയെ വേണം അത് ഊരിയെടുക്കാൻ വേണ്ടി. പിന്നത്തെ ഒരു കാര്യം, ഹാൻഡ് വാഷ്. എപ്പോഴും ഇത് എടുക്കുമ്പോഴും ഊരുമ്പോഴും നമ്മൾ വെക്കുമ്പോഴും ഊരുമ്പോഴും നമ്മളിത് നന്നായിട്ട് വൃത്തിയായിട്ട് കഴുകിയിട്ട് വേണം ഇത് ചെയ്യാൻ വേണ്ടി. പിന്നെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് മന്ത്ലി നമുക്കിത് നല്ല തിളച്ച വെള്ളം തിളപ്പിച്ച് നമുക്കത് അങ്ങനെ എടുക്കുന്നത് നല്ലത് തന്നെയാണ്. ഇപ്പം എല്ലാവർക്കും അത് പറ്റുന്നില്ല. ഇതിൻ്റെ വാക്വം കിട്ടും, അല്ലാണ്ട് നമുക്കിത് ക്ലീൻ ആക്കുന്ന വലിയ മെഷീൻ പോലത്തെ ഉണ്ട്. അപ്പം ഞാൻ നോർമലി അതൊന്നും മേടിച്ചിട്ടില്ല. ഞാനൊരു ചെറിയൊരു പാത്രം ഇതിനു വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട്. ചൂടാക്കാൻ വേണ്ടി മാത്രമായിട്ട് ഞാൻ ഇതിനു വേണ്ടി യൂസ് ചെയ്യുന്നൊരു പാത്രമുണ്ട്. അപ്പോൾ എൻ്റെ ഫസ്റ്റ് പീരീഡ്സിൻ്റെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്തപ്പോൾ ഞാൻ വിചാരിച്ചു ഈ ഒരു സാധനം കൂടി എല്ലാവരോടും ഷെയർ ചെയ്യണമെന്ന്. അപ്പോൾ ഇനി ആദ്യമായിട്ട് ഇത് യൂസ് ചെയ്യാൻ ഇപ്പോഴും പേടിയുള്ള ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങൾ ഒരു വട്ടം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കുറച്ച് പേടിക്കേണ്ട കാര്യങ്ങളുണ്ട്. ആദ്യം ഞാനും അങ്ങനെ തന്നെയായിരുന്നു. എനിക്കും പേടിയൊക്കെ തോന്നിയിരുന്നു, ഇത് വെച്ച് കഴിഞ്ഞാൽ കുടുങ്ങുമോ, അങ്ങനെ കുറേ ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എനിക്ക്. ഇതൊരിക്കലും കുടുങ്ങില്ല. ഇത് എവിടെ പോയാലും ശരി, അത് അവിടെ തന്നെ ഇരിക്കും. ഇത് നമുക്ക് എടുക്കാൻ പറ്റുന്നത്, നമ്മുടെ വയറുമായിട്ട് ഒരിക്കലും ഇത് കണക്ഷൻ ഇല്ല. അതുകൊണ്ട് തന്നെ നമുക്കിത് എന്തായാലും നമുക്ക് എടുക്കാൻ പറ്റും, എത്ര മണിക്കൂർ. പിന്നെ ഇത് മാക്സിമം നമുക്ക് 8 hours വരെ യൂസ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഒരു 6 to 7 hours ആകുമ്പോഴത്തേക്കും ഇത് ഞാൻ എടുക്കും. പിന്നെ അതുപോലെ തന്നെ ഇത് ഒരു മെൻസ്ട്രൽ കപ്പിന് 10 year വാറൻറ്റിയാണ് ഇവർ പറയുന്നത്. 10 year വരെ യൂസ് ചെയ്യണമെന്നൊന്നുമില്ല. ഒരു 8 വർഷമൊക്കെ യൂസ് ചെയ്താൽ മതി. പിന്നെ ഇത് 2-3 സൈസിൽ അവൈലബിൾ ആണ്, സ്മോൾ, മീഡിയം, ലാർജ്. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ സൈസ് അവൈലബിൾ ആയ രീതിയിൽ നമുക്കിത് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പം ഈ ഒരു മെൻസ്ട്രൽ കപ്പ് യൂസ് ചെയ്യാൻ ഇനി ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ പറയുന്നു, നിങ്ങളൊന്നും ട്രൈ ചെയ്ത് നോക്ക്. ട്രൈ ചെയ്തിട്ട് നിങ്ങൾക്ക് പറ്റുന്നുണ്ടെങ്കിൽ യൂസ് ചെയ്യുക, ഇല്ലാന്നുണ്ടെങ്കിൽ ഇത് വിട്ടുകളയാൻ, അല്ലാണ്ട് വേറെ ഒന്നുമില്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എൻ്റെ ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ചെയ്ത് എനിക്ക് മനസ്സിലായത്. അപ്പം ഞാൻ ഈ സാധനം തന്നെയാണ് ഇപ്പോൾ ഇത്രയും വർഷങ്ങളായിട്ട് തന്നെ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പാഡും കാര്യങ്ങളൊക്കെ ഞാനിപ്പോൾ എനിക്ക് പാഡ് ഇപ്പോൾ യൂസ് ചെയ്യുമ്പോൾ എന്തോ ബുദ്ധിമുട്ടില്ല. ഇടയ്ക്കൊക്കെ എന്തെങ്കിലും ബുദ്ധിമുട്ടൊക്കെ വരുമ്പോൾ ഞാൻ പാഡ് യൂസ് ചെയ്യുമ്പോൾ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പം അതുകൊണ്ടൊക്കെ എത്രയോ നല്ലതാണ് ഈ ഒരു മെൻസ്ട്രൽ കപ്പ് യൂസ് ചെയ്യുക എന്ന് പറയുന്നത്. എനിക്ക് എത്രയും ഇതായിട്ട് തോന്നും. അപ്പം ഞാൻ യൂസ് ചെയ്ത് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ എൻ്റെ സിസ്റ്ററും അവളും മേടിച്ചു. ഇത് യൂസ് ചെയ്ത് നോക്കി, അവർക്കും കുഴപ്പമൊന്നുമില്ല. ഞങ്ങൾ കുറേ ഫോഴ്സ് ചെയ്ത് നോക്കി. അപ്പോൾ അമ്മയ്ക്ക് ഭയങ്കര പേടി, അമ്മ യൂസ് ചെയ്യുന്നത്. പിന്നെ ഞാൻ ആൾക്കാരെ കാണുമ്പോൾ, ഞാനിപ്പോൾ ഗേൾസിനെ ഇപ്പോൾ ഇങ്ങനെ ഇത് യൂസ് ചെയ്യുമ്പോൾ, അപ്പോൾ നീ ഇതാണോ യൂസ് ചെയ്യുന്നത്, എങ്ങനെയുണ്ട്,
അപ്പോൾ അതൊക്കെ യൂസ് ചെയ്യുന്നത് തെറ്റല്ലേ അങ്ങനെയൊക്കെ പറഞ്ഞ് കുറേ ആൾക്കാരുണ്ട്. ഞാൻ അങ്ങനെ കുറേ ആൾക്കാരെ തെറ്റായിട്ട് കാണുന്ന ആൾക്കാരുണ്ട്. പക്ഷെ അതൊന്നും കാര്യമാക്കേണ്ട കാര്യമല്ല. അപ്പം നമുക്കിതൊരു പാഡ് വാങ്ങി കുറേ നമ്മൾ ഇങ്ങനെ അത് നമുക്ക് ക്ലോസ്ലി ഡിസ്പോസ് ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ അത് നമ്മൾ എന്ത് ചെയ്യും? കത്തിച്ച് കളഞ്ഞാൽ അതും കുഴപ്പമാണ്. കുഴിച്ചിടാനും പറ്റില്ല. അപ്പോൾ ഈ സാധനം ഭയങ്കര ഇതാണ്. അതിലും നല്ലതാണ് ഈ ഒരു പെൻസിൽ കപ്പ് എന്ന് പറയുന്ന സാധനം. നമ്മൾ പ്രകൃതിയോട് യാതൊരു രീതിയിലും ഒരു തെറ്റും ചെയ്യുന്നില്ല ഈ സാധനം യൂസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ. അപ്പം ഈ സാധനം അടിപൊളിയാണ്. ഇത് യൂസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ട്രൈ